ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ ഗൈസ്, ഇന്നത്തെ കണ്ടൻറ്റ് നമുക്ക് നാളെ ലാബ് എക്സാമാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച് ഒരു വ്ലോഗ് എടുക്കാം, എന്താ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓരോരുത്തർ റിയാക്ഷൻ, അവർക്കൊക്കെ എങ്ങനെയൊക്കെ ലാബ് എക്സാം ഉണ്ടെന്നൊക്കെ. ഇന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് 4 പേർക്ക് 4 സമയത്താണ് എക്സാം. എനിക്കും സന്നയ്ക്കും ഒരു ബാച്ചാണ്. നമുക്ക് എടുക്കും ഒരേ ടൈമാണ് എക്സാം. ബാക്കി എടുക്കും പല പല ടൈം, പല പല ചെറിയ വ്യത്യാസമുള്ളൂ. അമ്മാനിക്ക് രാവിലെ 9 മണിക്ക്, എനിക്ക് സന്ധ്യയ്ക്ക് 9:30, രൂപയ്ക്ക് മാത്രം 1:30, മിന്നു 1:30ക്കാണ് എക്സാം. ഓക്കെ, അപ്പം എല്ലാവരും ഇവിടെ ഓരോരുത്തർ കുളിക്കാണ്ട് പഠിക്കുന്നു, ചിലവർ കുളിച്ചിട്ട് പഠിക്കുന്നു, ചിലവർ കുളിച്ചിട്ട് ചുമ്മാ നിൽക്കുന്നു, ചിലവർ കുളിക്കാൻ പോയതേ ഉള്ളൂ. അവർ പല പല ഒരു സിറ്റുവേഷനാണ് ഓരോരുത്തർ. നമുക്ക് നോക്കാം. നാളെ എനിക്ക് സന്ധ്യയ്ക്ക് DBMSൻ്റെ എക്സാമാണ്. ദൈവം സഹായിച്ചൊന്നും അറിയത്തില്ല, ഒരു കൊറി പോലും എഴുതാൻ അറിയില്ല. പിന്നെ അമ്മാനിയുടെ ഭാഗ്യം പോലെ അമ്മാനിക്ക് നല്ല ഡിജിറ്റൽ എക്സാമാണ്. പാവം ആവും. രൂപയ്ക്ക് നാളെ മൈക്രോ കൺട്രോളോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പല പല ലാബാണ്. ഒരു ബന്ധമില്ലാത്ത സബ്ജക്ട്സ് ആയതുകൊണ്ട് നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാണ്ടിരുന്ന് പഠിക്കുകയാണ്. ഞാൻ പഠിക്കുന്നവരെ കാണിച്ചു തരാം കേട്ടോ. പഠിക്കാൻ പോകുന്നവരെ ഇപ്പോഴേ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നാളെ രാവിലെ വെളുപ്പിന് എണ്ണീക്കേണ്ടി വരും. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലാബ് എക്സാം ഒരിക്കലും നമ്മൾ പഠിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റർ അവരെ എങ്ങനെ എന്താ പറയുമല്ലോ, ഇൻവിജിലേറ്റർ അവരെയും പിന്നെ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ബ്രായൻ കൊടുക്കണം എല്ലാവരും ബിടെക് ആണ്. ഇൻവിജിലേറ്ററിനെ പിന്നെ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആരാണോ അവരെയും പിന്നെ നമ്മുടെ ഇന്റേണലി നമ്മളെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്ന അവരെ മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ലാബ് എക്സാം. കാരണം പിന്നെ ലക്ക് ബേസ്ഡ് ആട്ടോ. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ലക്ക് ബേസ്ഡ് ഉണ്ട്. കാരണം കട്ടിയുടെ പാടുള്ള ക്വസ്റ്റ്യൻ കാണും, ഈസി ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് കാണും, ചെറിയ പ്രോഗ്രാമുള്ള ക്വസ്റ്റ്യൻ കാണും, വലിയ പ്രോഗ്രാമുള്ള ക്വസ്റ്റ്യൻ കാണും. സോ അതൊക്കെ ലക്ക് ബേസ്ഡാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്നവരെയൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് പൊതുവെ ഒരു ബിടെക്കിന്റെ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര പുലികളായിരിക്കണം. എന്തായാലും ദൈവം സഹായിച്ച് അല്ലേ ഈ റൂമിലെ 4 മണ്ടന്മാരായതുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ആളോട് പോകും. ഇവിടെ ഒരാളുടെ റിവ്യൂ കണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ല. ഒരാൾ കുളിക്കാണ്ട് ഫ്രഷ് പഠിക്കുകയാണ്. ആ ഡെഡിക്കേഷൻ നിങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, നാളെ നിങ്ങൾ എല്ലാവരും അവരവരുടെ ക്ലാസ്സിന് ഫ്രണ്ടിലത്തെ അവസ്ഥ വീഡിയോ എടുക്കണം കേട്ടോ. അമ്മേനെ ഞാൻ കവർ ചെയ്തോളാം. രൂപരാജ് 1:30 കവർ ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് 2 ലാബാണുള്ളത്. എനിക്ക് 8ഉം 9ഉം നാളെയും, മറ്റേതാളും രൂപരാജിന് നാളെയും, പിന്നെ ഒന്ന് വിഷു ഒക്കെ കഴിഞ്ഞ് അമ്മാനിക്ക് നാളെയും, പിന്നെ 10-ാം തീയതി 11-ാം തീയതി 10-നും ആണ്. അപ്പം എല്ലാവർക്കും പല ദിവസമാണ് ഇത്. ഇനി അമ്മാനി കുളിക്കാണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഹോസ്റ്റലിൽ കുറച്ച് പ്രേതശല്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ വാട്ട്സ് ദാറ്റ്, വരവ് പോക്ക്. ഓക്കെ, മിക്കവാറും അമ്മാനിനെ ഞാനായിട്ട് സാധാരണ അമ്മാനിനെ ഞാനാണ് പേടിപ്പിക്കാറ് ബാത്റൂമിൽ പോയി. ഇനി അതിൻ്റെ ആവശ്യമില്ല, തന്നെ അവിടെ പടച്ച് വീഴും മിക്കവാറും. ഓക്കെ, അപ്പോൾ പഠിക്കുന്നവരേലും പഠിക്കട്ടെ. എൻ്റെ ലീഡർ എത്തിയില്ല, സോ പഠിക്കുന്നേ. നാളത്തെ ലാബ് എക്സാം എന്താവുമെന്ന് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്. നാളെ എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റൂല, ബിക്കോസ് നാളെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വേറെയിൽ കയറും. അപ്പം നമുക്ക് ചിലപ്പം ഇന്ന് അപ്പോൾ ഇത്ര ഇങ്ങനെ പഠിക്കും എല്ലാവരും. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ബിറ്റ് കാണിക്കാം, പിന്നെ നാളത്തെ കാണിക്കാം. നാളെ എന്തായാലും നമ്മൾ രാവിലെ എണ്ണിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. കുളിക്കാണ്ടിരിക്കുന്ന അമ്മാനി. എന്താണ് അമ്മാനി? അമ്മാനി ഇതേണ്ട, അമ്മാനിക്ക് രൂപയുടെ ഒക്കെ സബ്ജക്റ്റ് ആണ് നാളെ ലാബ്. ഒയ്യോ, ലാസ്റ്റ് മിനിറ്റ് ഇതാണ് ലാസ്റ്റ് മിനിറ്റ് ട്രിക്ക്. അമ്മാനി ഇപ്പൊ വരയ്ക്കാൻ പഠിച്ച് നാളെ പോണം. അമ്മാനി എന്താ കുളിക്കാണ്ടിരുന്ന് പഠിക്കുന്നേ? ആ, ഈ 4 സെമ്മിലും അല്ല 3 സെമ്മിലും ലാബ് എടുത്തിട്ട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോവും. നല്ല ആൾക്കാരാവാൻ പ്രാർത്ഥിക്കുന്നു. മൈക്രോ കൺട്രോൾ പഠിക്കുന്ന രൂപരാജ്. അത് പഠിക്കൊന്നുമല്ല. നാളെ എന്താണ് നാളത്തെ ലാബ് എക്സാമിനെ പറ്റി പറയാനുള്ളത്? ഇത്രയും 3 സമയമായിട്ട് ലാബ് എക്സാം നേരിട്ടു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു എഞ്ചിനീയറിംഗ് സ്കീം ലാബ് എക്സാം ഒക്കെ എങ്ങനെ ആയിരിക്കും?
ലാബ് എക്സാം നല്ല എക്സാം സൗണ്ട് വരാത്തത്. പാസ്സാവുന്ന 2 സബ്ജക്റ്റ് 2 ലാബ് എക്സാം ആയിരിക്കും. അറിയാവുന്ന അടുത്ത് വരണം. അതെ, നോക്കിയ നമ്മുടെ തലവര അതിലായിരിക്കുന്നത്. ഹായ് ഗൈസ്, നമ്മൾ രാവിലെ എണ്ണീറ്റ് ഇല്ലേ കൂടി. ഞാൻ ഇത് എൻ്റെ ലാബ് എക്സാം വ്ലോഗ് എടുത്തിട്ടിരിക്കുക. ഇല്ലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് അലാറം വെച്ചു. ഫൈനലി അടിച്ചടിച്ച് ഒരു 5:30-6 മണിയായപ്പോൾ എണ്ണീറ്റ്. പിന്നെ പഠിച്ച് മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് ചിന്തതിപ്പോൾ കട്ടടച്ച ലൈറ്റ് പോയി. അപ്പോൾ നമുക്ക് വൈവയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നോക്കി. വൈവയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവർ മിസ്സാണെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ പഠിച്ചിട്ട് പോകാനാ? എവിടെയൊക്കെയോ നോക്കി. പിന്നെ 9:30 എക്സാം. ഇനി എന്നാൽ പിന്നെ പോയി എക്സാമൊക്കെ എഴുതിയിട്ട് വരാം. അമ്മായി പോയി കേട്ടോ, അമ്മായി പോയി. ഇത് ഞങ്ങൾ കറക്കണം ഈ സാധനം. ഇത് കണക്ട് ചെയ്തിട്ട് ബുക്കിൽ പേജ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്പർ എല്ലാം കാണാതെ പഠിക്കും. ഓ, ലാപ്ടോപ്പ് അറിയാം. ഇതൊക്കെ കാണാൻ കഴിയും. നീ വേറൊരു എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് നോ മോർ കമന്റ്സ് നമുക്ക് തരും. ഇതെല്ലാം നമ്മൾ എടുക്കണം അതിൻ്റെ അകത്തുനിന്ന്. ഇത് നമ്മൾ കണക്ട് ആക്കി വേണ്ട. ഇത് കണ്ട് ഈ മോട്ടർ കറക്കണം നമ്മൾ. വണ്ടി വിളിച്ച് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മൾ വളാഞ്ചേരി വന്ന് ഒരു ലാബ് എക്സാമിൻ്റെ തുടർച്ചയായ ഭാഗമായി കോഴിക്കോട് നമ്മളൊരു ലാബ് എക്സാമിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പിന്നെ വളാഞ്ചേരി വന്ന് അത് ഈ തൊഴിഞ്ഞ രൂപേൻ്റെ ഒരു എക്സാം നാശം പിടിക്കാൻ നമുക്കെല്ലാവർക്കും 8-9 ലാബ് എക്സാം കഴിഞ്ഞ്. ഈ നായിക്ക് വിഷുവിൻ്റെ പിറ്റേ ദിവസം എക്സാം. നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരില്ല. അതാണ് നമുക്ക് വേണ്ട ബസ്. അല്ല, ഇത് കഴിഞ്ഞിട്ട് വരുന്നതല്ലേ? കാണിക്കണ്ട. 6:05. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ സന്ധ്യയുടെ വീട്ടിലോട്ട് കാരണം ഹോസ്റ്റലൊന്നും ഓപ്പൺ ചെയ്ത് തരൂല. ഒരാൾക്ക് വേണ്ടി ഹോസ്റ്റൽ ഓപ്പൺ ചെയ്തില്ല. നമ്മൾ സൺഡേയുടെ വീട്ടിലോട്ട് ഇന്നലെ വന്ന് ഇന്ന് നമ്മൾ അവിടുന്ന് രാവിലെ 6:30 ട്രെയിൻ കയറി കോളേജിൽ പോകുന്നു. രൂപയ്ക്ക് 11:30 എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3:30 ട്രെയിൻ തിരിച്ചു കയറും. ആലോചിച്ച് നോക്കിയേ, ഒരു 2.5 മണിക്കൂറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ 9 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു, ഒരു ദേശാടന കിളിയെ പോലെ. ഇതിന് തലയ്ക്ക് പ്രാന്തും കണ്ട് ചോദിച്ചപ്പോഴേ നമ്മുടെ കൂടെ വന്ന് വീട്ടിൽ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബസ് വന്നാലായി നമുക്ക് നോക്കാം. ഞാൻ പിന്നെ ആ ബസ് കയറിയാൽ പോരായിരുന്നോ? പോയ ബസ് 10 മിനിറ്റ് നിന്നാൽ പോരായിരുന്നോ? ആ, വരുന്ന ബസ്സിൽ 10 മിനിറ്റ് നിന്നാൽ മതി. വളാഞ്ചേരി ഗൈസ്, നമുക്ക് ചുമ്മാ പോയി ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് വരാം. ഞാൻ തന്നെ പുറത്ത് പോസ്റ്റ് അടിച്ചിരിക്കും. ഇവിടെ പോയി എക്സാം എഴുതിയിട്ട് വരും. രാവിലെ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി. ഗൈസ്, കാക്കകൾ പറക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. ഉദിച്ചു കഴിഞ്ഞല്ലോ. എവിടെ ഉണ്ടോ? ഒരേ ആകാശം, ഒരേ സൂര്യൻ. മടുക്കുന്നില്ലേ? ആരോ വിളിച്ച് ഇവിടെ നിന്ന് ഫോൺ അടിക്കുന്നുണ്ട്.
ഗായ്സ് ഒരു എക്സാം അപാരത മനുഷ്യന് വയ്യാണ്ടായി. ആണ് ഗൈസ് എക്സാം എഴുതിയ രൂപ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു. അയ്യേ തോറ്റു. അതിനാണ് നമ്മൾ 1.5 മണിക്കൂർ അത് തന്നെ എഴുതണ്ടായിരുന്നു അമ്മ പറഞ്ഞതുപോലെ. എഴുതാതെ സപ്ലി മേടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കൊട്ടുകയും ചെയ്ത് എഴുതിയെന്ന് പേരുമായി. അതിനാണ് ഗൈസ് ഞാനും ഇവളും ഒരാവശ്യമില്ലാണ്ട് ഞാൻ വെറുതെ നമ്മളെവിടെ ഇരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ എഴുതിയ ഉത്തരവൊന്നും ആർക്കും പറ്റൂല. ഞാനെന്തെടുക്കാനാണ്, പഠിച്ചല്ലേ എഴുതാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അപ്പം ഈ ട്രെയിൻ ഇപ്പോൾ വരും. ട്രെയിനിൽ പോയാൽ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ പോകും. ഇങ്ങനെ വെച്ചാൽ കാണില്ല. ഇത് ട്രെയിൻ വരും, നമ്മൾ കയറി പോകും. 3 മണിയുടെ ട്രെയിന് 3:30 ട്രെയിന് നമ്മൾ എറണാകുളത്ത് ഇറങ്ങും. അവിടുത്തെ ബസ്സിൽ നമ്മൾ വീട്ടിൽ പോകും. ഇവളെ കുറ്റിപ്പുറത്ത് ഇറക്കാറുണ്ട് ട്രെയിൻകാരൻ നിർത്തി തരും. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്സാമിൻ്റെ വ്ലോഗ് ഇവിടെ കഴിഞ്ഞു. എക്സ്റ്റേണൽ ഇന്ത്യൻ അല്ല, എക്സ്റ്റേണൽ ലാബ് എക്സാമിൻ്റെ വ്ലോഗ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. ഗൈസ് വേറൊരു വ്ലോഗുമായി കാണുന്നത്. ബൈ 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 ബൈ.